ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സിന്ധുസിന്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ ഇത് മലയാളത്തിൽ സ്വാഗതം ഒക്കെ പറയുന്നുണ്ട്. നാളെ ചിലപ്പോ നിങ്ങളുടെയൊക്കെ ഫോണിനകത്ത് ഇംഗ്ലീഷ് വരുന്നത് നമുക്ക് ഇതിനകത്തൊന്നും അറിയത്തില്ല. അത് യൂട്യൂബിന്റെ എന്തോ ഒരു പരിപാടിയാണ് കേട്ടോ. അവര് തന്നെ ഇംഗ്ലീഷ് ആക്കും മലയാളം ആക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അഥവാ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മലയാളത്തിൽ തന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് എടുക്കുമല്ലോ, വീഡിയോ എടുക്കുമ്പോഴേ നേരെ ഈ വലത് സൈഡിൽ, ഫോണിന്റെ വലത് സൈഡിൽ ഒരു റൗണ്ട് മാതിരിയുള്ള ഒരു ചിഹ്നമുണ്ട്. കുറെ ഓപ്ഷൻസ് ഇല്ല, ആ റൗണ്ട് മാതിരിയുള്ള ഒരു ചിഹ്നമുണ്ട്. അതേല് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഇംഗ്ലീഷ് മലയാളം എന്നുള്ളതുണ്ട് കേട്ടോ. ഓഡിയോ ട്രാക്ക് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അപ്പൊ നമുക്ക് വേണം ചെയ്യാം, മലയാളം ആക്കാം കേട്ടോ. ഞാൻ ഇന്ന് കുറെ പേരോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കൊക്കെ മലയാളമാണോ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ മലയാളം കിട്ടുന്നത് ഞാൻ വിളിച്ചു ചോദിച്ചവരല്ല. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചേട്ടാ രാവിലെ എടുത്ത് സിന്ധു ഇതേ നീ ഇംഗ്ലീഷ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. പുളി വരെ കഴിഞ്ഞു. ഇന്ന് പണിമുടക്കായിരുന്നു. അതുകൊണ്ട് ചേട്ടായിക്ക് കടയില്ല. ദേശീയ പണിമുടക്കായിട്ട് കട തുറന്നിട്ടില്ല. കട തുറക്കും, തുറക്കത്തുള്ളൂ. പിന്നെ തൊഴിലുറപ്പ് സിന്ധുവിനൊക്കെ തൊഴിലുറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാൽ കുറെ പണികൾ ഇവിടെ തീരും. അതുകൊണ്ടാണ് ഞാനും കൂടെ ഇരുന്നത്. ഞാൻ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരി കൂടെ പോകാതിരുന്നത്. നമ്മുടെ ദേശീയ പണിമുടക്ക് നമ്മൾ പോയിട്ട് വല്ല ഏറും മേടിച്ചു കഴിഞ്ഞാൽ അതെ ഒരു ദിവസത്തെ പണിമുടക്ക് നോക്കി പോട്ടെ, പണി നോക്കി പോയിട്ട് കാര്യമില്ല. അപ്പൊ ചേട്ടായി വീട്ടിരിക്കാന്ന് പറഞ്ഞു 3000 മരുന്ന് മേടിക്കേണ്ടി വന്നാലേ അത് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പണ്ടത്തെ അത്ര അക്രമം ഇല്ലല്ലേ. പണ്ട് നമ്മുടെ എസ്റ്റേറ്റിനകത്തൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർ കല്ലെടുത്തെറിയുന്നു. ഞാനും കണ്ടിട്ടുണ്ട്. തലയൊക്കെ പൊട്ടി അങ്ങനെ ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിനകത്ത് സമരം വരുമ്പം അപ്പൊ 20 വർഷം മുമ്പ് എസ്റ്റേറ്റിനകത്ത് സമരം വരുമ്പം പിന്നെ മറ്റു യൂണിയൻകാര് ഇറക്കിയില്ലെങ്കിൽ അവർ കല്ലെടുത്തെറിയും. കല്ലെടുത്തെറിയുമ്പോൾ കയറിപ്പോന്ന് തല പൊട്ടിയ ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ചേട്ടായി വീട്ടിരിക്കണേ, ഞാൻ വരത്തില്ലെന്ന്. അപ്പൊ ഞങ്ങൾ കുറെ പരിപാടികൾ ചേട്ടായി വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. എന്നാ പരിപാടി നിങ്ങൾക്ക് അറിയാലോ. കുറച്ചൊക്കെ നശിപ്പിക്കലും ധാരാളത്തുകലും ആക്കാന്നുള്ളതാണ് പരിപാടി. അപ്പൊ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. നിങ്ങൾ പറയും ഒരു 2 പേരെങ്കിലും ഉറപ്പായിട്ട് യൂ പപ്പാ എന്തിനാ പപ്പാ അത് ചെയ്തെന്ന് ചോദിക്കും. അതേമാതിരിയുള്ള പ്രവൃത്തിയൊക്കെ കാണിച്ചിരിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ ചേട്ടായുടെ പ്രിപ്പറേഷൻ ആയിരുന്നു ഇന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ചെറുതായിട്ടൊക്കെ സഹായിച്ചു കൊടുത്തു. പിന്നെ സജിയെ കൂടെ വിളിച്ചത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആരേലും ഒരാൾ. അപ്പം സജിയെ വിളിച്ചു, വാടാ സജി നിനക്ക് നമുക്ക് കഴിക്കണം എന്ന് 2 പേരോടെ കഴിച്ചു. അത് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചേ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൂപ്പറാ മാമ, നല്ല ഫുഡ് ഉണ്ടാക്കിയത്. സൂപ്പറാ മാമ എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് സജിയും പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് ചേട്ടാ ഇന്ന് എനിക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നത്, ചേട്ടാ എന്നാ നശിപ്പിച്ചത്, അങ്ങനെ കുറെ നല്ലൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ആരെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ കാലത്ത് തന്നെ ഇന്നടുക്കളോട്ട് ഇട്ടിട്ടുണ്ട്. ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചു. പുട്ടിന് കുക്കർ വെച്ചാണ് കേട്ടോ. ഇന്നലെ എനിക്ക് പുട്ടായിരുന്നു. ഇപ്പം എന്നാ പറയുന്നത്, അമ്മൂക്കെ പറയുന്ന കണക്ക് ദേശീയ ഭക്ഷണമാണോ എന്ന് ചോദിക്കുന്ന കണക്ക് ഞാനിപ്പം മിക്കവാറും തന്നെ പുട്ടുണ്ടാക്കും കേട്ടോ. പുട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്, എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാൻ എന്നേലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ചക്കപ്പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം ഇനി ഞാൻ ഓർത്തുന്ന ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയൊരു വെയിൽ വരുന്നുണ്ട്, പക്ഷെ മഴയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തുന്ന ക്യാരറ്റ് കൂട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം എന്നെ കളിയാക്കും, ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്നും ഉണ്ടാക്കും ഒരു ഉണക്കപ്പുട്ടെന്ന് പറഞ്ഞ് പറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇന്ന് എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോക്കട്ടെ, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ചേട്ടായിക്ക് പുട്ടുണ്ടാക്കി കൊടുക്കട്ടെ. പാലൊക്കെ ചായയൊക്കെ എടുത്ത് വെച്ചേക്കുന്നു, തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നു. അവനെ തിളപ്പിക്കണം. ചേട്ടായി ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പൂട്ടൊക്കെ വരുമ്പോഴത്തേനും ചൂടോടെ ആവി പറക്കുന്ന ക്യാരറ്റ് പുട്ട് കൊടുക്കാം. അന്ന് എന്നാ പറയുന്നത്, തൊട്ടുപണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചായ പാല് തിളക്കാറായി അതിൻ്റെ അടുത്ത് നിൽക്കുവാണേ. അയ്യോ അത് ഇതിന് നോക്കുന്നേ ആണ്ടേ, അങ്ങനെയാണോ എന്തോന്ന് നോക്കുന്നേ. അയ്യോ ആ തീ കുറച്ച് വെച്ചോ. ആയി, എന്നിട്ട് ഇനി ഈ പ്ലേറ്റിനകത്തോട്ട് എടുത്തങ്ങ് ഇട്ടാ മതി. പച്ചപ്പുട്ട് നേത്തപ്പഴം കൂട്ടി തിന്നണം. എന്നെ ഇവിടെ വന്നിരുന്നുണ്ടല്ലോ പറഞ്ഞോണ്ടിരിക്കുകയെന്നു. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ തന്നെ ഞാനിപ്പം നിന്റെ ഗെയ്സുമാരോടെല്ലാം പറയൂടി, ഹായ് ഗെയ്സ്, ഇവിടെ ഉണക്കപ്പുട്ടാണ് ഗെയ്സ്. എന്നാ ഇവിടെ വിടാത്തെ ദേശീയ പണിമുടക്കായോണ്ടാ നമ്മള് അല്ല മുമ്പേ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞ എന്നായിരുന്നു?
എന്നാ പറഞ്ഞേ? അല്ല നമ്മള് വീട്ടിലിരിക്കുമ്പോഴെങ്കിലും നല്ലൊരു ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചേ. പക്ഷെ അത് ഉണക്കപ്പുട്ടാണെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചക്ക് ഇവക്ക് വായിക്ക് രുചിയായിട്ട് വയറിന് സുഖമായിട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുത്ത് കാണിക്കാം. പിന്നല്ലേ ക്യാരറ്റും ഇട്ട് നല്ല വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്തുള്ളാകുമ്പോ നല്ല അടിപൊളിയല്ലേ. ക്യാരറ്റ് ആവുമ്പോ നല്ല എന്നാ റോസി ലിപ്സ് ഒക്കെ ആവും. അയ്യോ മതി മതി നമുക്കിത്. എന്നിട്ട് ആവി കയറിയില്ലേ? ആണോ? അപ്പം ഒരെണ്ണം എടുത്ത് റെഡിയാക്കി വെച്ചു. ചായ ഞാൻ തിളച്ചു ഓഫാക്കി ഇനി അടിച്ചു. തേങ്ങ ചേരണ്ടേ പിന്നെ? സത്യം പറഞ്ഞോണ്ടല്ലോ നമുക്ക് തേങ്ങ ഭയങ്കര ചെലവായി ഇപ്പം അല്ലേ. അതെന്നാന്നറിയോ, എന്നും തേങ്ങ അരച്ചുള്ള കറി നോക്കുക. മാമ്പഴപ്പുളിശ്ശേരി എന്നത്തിനാണേലും തേങ്ങ അരച്ചുള്ള ചാറ്. ഇപ്പൊ ഒരു 2 മാസം തേങ്ങ അരച്ചുള്ള കറി. അല്ലെ ഞങ്ങൾ എന്നും പറഞ്ഞോണ്ടൊക്കെ എന്നേലും ബീഫായിരിക്കുവേ. ബീഫാണെങ്കിൽ എന്നേലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടായാൽ അത് മതി. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ബീഫ് ഒത്തിരി കുറച്ചു. പോർക്കും ബീഫും എല്ലാം ഒത്തിരി കുറച്ചു. 600 ആവും. അതെ, നിങ്ങളെല്ലാരും ഒന്ന് പറയണേ. ഇത് നല്ല ഏത്തപ്പഴം പുഴുങ്ങിയതും ക്യാരറ്റ് പുട്ടും ചായയും. എന്നിട്ട് എന്നെ കളിയാക്കായിരുന്നു കേട്ടോ. ഉണക്കപ്പൂട്ടാ സിന്ധു തരുന്നേന്ന്. റവയല്ല, നമ്മുടെ അരിപ്പൊടി. അപ്പൊ കഴിക്കും. ഞാൻ എൻ്റെ എടുത്തോണ്ട് വരട്ടെ. ഇത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഒറ്റ ഇതായിട്ട് വെട്ടണമായിരുന്നു. ഞാൻ നോക്കാം. എന്തേ? അയ്യോ, അത് അപ്പുറത്തോട്ടാണോ? വെട്ടി കേട്ടോ. എന്നാന്നറിയോ, ഭയങ്കര ചപ്പും. അത് തന്നെയല്ല കെട്ടിടിയോ എന്നൊരു പേടി. അതുകൊണ്ട് നമ്മളത് വെട്ടി ഇത് മാറ്റുവാണേ. അത് കോതി എടുത്താലേ കേട്ടോ. ഞാൻ ഇങ്ങോട്ടിട്ട് പോതാ. ഉണങ്ങിയെടുത്തോട്ടിട്ട് പോതാ. അതാകുമ്പം മതിയോ? അല്ല, 1-2 ചെറുതാക്കിയിട്ടിടണം. അങ്ങനെ. ഇനി ഒത്തിരി ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുരിക്ക് വെട്ടിയമാതിരി ഇരിക്കും. ഞാൻ കുട്ടായി വന്നപ്പോൾ അന്ന് ഓർത്തില്ലല്ലേ. ഞാൻ കുട്ടായിനെ കൊണ്ട് അങ്ങ് വെട്ടിച്ചേനെ. കുട്ടായൊക്കെ വെട്ടിയുണ്ടല്ലോ കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് ഉണ്ടാവും. ഇതായിട്ട് ഒരു ചെറിയ കുറ്റിമാരി നമുക്ക് നിർത്താം. അല്ലാതെ രക്ഷയില്ല. ഇനി അതേ കിളിപ്പ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കമ്പ് വെട്ടാം. കാര്യം അത് നല്ലതാണ് അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഒരു ഇതാന്നേ നിറച്ചും പൊട്ടും പോവായിരുന്നു. എന്നെ ചെയ്യാനാ. പക്ഷെ കയ്യാലക്കെട്ട് പൊട്ടുന്നുണ്ടേ. നമ്മളാ ഇറങ്ങിപ്പോകുന്ന വീട്ടിലെ കയ്യാല പൊട്ടി ഈ ചെടി വളർന്നു വന്നിട്ട്. ഇനി നമുക്കന്ന് ആ റോസം കൂടെ വെട്ടാം. ഏതായാലും ഇറങ്ങിയതല്ലേ. ഈ 2 കിളിപ്പ് വെട്ടണ്ട. അതേ 2 പൂവുണ്ടാകുന്ന അത് നിന്നോട്ടെ. മുട്ട് നിറച്ച് നിൽക്കുന്നുണ്ടോ? അത് വെട്ടണ്ട. അത് വെട്ടിക്കോ. ആ താഴോട്ടുള്ളതും വെട്ടിക്കോ. ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. അന്നേരം പിന്നെ കത്തിയുടെ മൂർച്ചയൊക്കെ നല്ല മൂർച്ചയാ. അത് ആ വലിയ മുട്ടി അല്ല, അതിൻ്റെ ആ വലുത് വെച്ചങ്ങ് വെട്ടിയാൽ മതിയായിരുന്നല്ലോ. ഓക്കെ ഓക്കെ. ഇത് നിൽക്കട്ടെ. അത് 2 പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കളയാം. അവര് അവിടെ വർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് സൗണ്ടായിരിക്കും. മുള്ളായതുകൊണ്ടേ ഭയങ്കര പാടാ. ഇത് കണ്ടോ, ഇവനെ അല്ലേ എവിടെ കൊണ്ട് ഇടും. അപ്പോൾ അവനെയും വെട്ടി മാറ്റി. പറക്കില്ലേ. ഇനി ഇവനൊന്ന് ചെറുതാക്കിയിട്ട് അത് നിന്നോട്ടെ. അത് വേണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തോടെ അങ്ങോട്ട് വിടാം. അല്ലെ ഞാൻ കെട്ടി വെച്ചോളാം. വെട്ടണ്ട അത് വെട്ടണ്ട. അത് ഞാൻ അങ്ങനെ കെട്ടിച്ചോളാനേ. അതവിടെ നിൽക്കട്ടെ. ഒരു കീവാമ്പൂം കിട്ടി. എന്നാ പറയുക, ഒരു മൊത്തം അങ്ങോട്ടേ. ആ റോസകളല്ലേ നിറച്ച് കൂടാന്നാ. അതവിടെ ഞാൻ കെട്ടി വെച്ചോളാം. അതങ്ങനെ നിന്നോട്ടെ. അത് മാത്രം ലെവൽ ചെയ്താൽ മതി. അത്രയും മതിയല്ലേ. ആ കമ്പൂടെ പറിച്ച് കളഞ്ഞാൽ പോരെ. അതും വേണേ വെട്ടി കളഞ്ഞേക്കാം. അതേലും പൂവൊന്നുമില്ല. ചുമ്മാ ചോട് ചേർത്ത് വെട്ടെ. ചുമ്മാ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അടച്ചു കൂടി നിൽക്കുന്നതല്ല. അതൊരു ഫലവുമില്ല. വലിയ അതും കെട്ടുപൊട്ടുന്ന സാധനമാണ്. ചുമ്മാ പൂവുണ്ടായില്ലേ ഈ പ്രാവശ്യം? അങ്ങനെ പൂവുണ്ടായില്ലല്ലോ. അപ്പം മൊത്തത്തിൽ ഇത് വെട്ടി നിരപ്പാക്കി. കറിവേപ്പൊക്കെ ഇത് നിന്നുകൊണ്ട് ഒരുമാതിരി ആയി പോയെന്നേ. ലക്കി ബാമ്പുവിൻ്റെ ഈ കമ്പ് കൂടെ അങ്ങോട്ട് ഊരിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ല, ആ കമ്പിൻ്റെ മണ്ടവശം ഊരിയാൽ മതി അല്ലേ.
ഇനി എങ്ങനെയാവുമോ ദൈവത്തിനറിയാം. വെട്ടി നിരപ്പാക്കി കേട്ടോ, ഇവിടെ എല്ലാം വെട്ടി. എന്നാന്നറിയോ, ഒരുമാതിരി ഇരുട്ട് അടച്ച് കിടക്കുമായിരുന്നു. ഇനി ഇതെല്ലാം അത്യാവശ്യം വേണ്ടാത്ത വനച്ചെടികളെല്ലാം കണ്ടോ, അത്യാവശ്യം നല്ല ചെടി മാത്രം വെച്ചാൽ മതി എല്ലാവരും പറയുന്നത്. ആ കുഞ്ഞിത്തൂമ്പ എടുത്താൽ അതിന് ആ ചോടും കൂടെ അങ്ങ് കളയായിരുന്നു. മഴയല്ലേ, ഇനി ഓണത്തിന് മുമ്പേ കളയാം അല്ലേ. അപ്പോൾ ഇവനെ കൂടെ വാരി പിറക്കാളുടെ മുറ്റം തൂത്തിട്ട് കയറാം. നിൽപ്പുണ്ട് കേട്ടോ. ഒരു ദിവസം എൻ്റെ അളിയൻ ഇവിടെ ഇരുന്ന് ഇവള് പണിയിപ്പിക്കുവാണല്ലോ എന്ന് ഓർക്കും. സുനിയെ കപ്പയൊക്കെ വേവിച്ചോടാന്ന്. ഞാൻ പറഞ്ഞ കപ്പയെ അരച്ചൊക്കെയാണ്. അപ്പം നീ ചേട്ടായി അത്രയും ഇവിടെ റെഡിയാക്കുന്നുണ്ടേ കണ്ടോ. എന്നാൽ ഞാൻ മറ്റേ കുഞ്ഞിത്തുമ്പ എടുത്തുണ്ട്. ഏതായാലും ഇറങ്ങി ചേട്ടായി തൂക്കുന്നുണ്ട്. അവൻ എല്ലാം തൂത്ത് തന്നത് ഞാൻ തൂത്ത്. ഈ അപ്പടി ചെളിയാട്ടോ മഴ പെയ്തെന്ന് പറഞ്ഞാലും. അളിയന്മാർക്ക് രണ്ടുപേരും കടയില്ല, ഇന്ന് റെസ്റ്റ്. രണ്ടുപേരും വന്നത് റെസ്റ്റ് എടുത്തിരിക്കുന്നത്. പണിയില്ലല്ലോ, അല്ല കട തുറക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കപ്പയും പൂത്തും 3 കഷ്ണം കപ്പയുണ്ട്. എന്നാ പിന്നെ 2-3 കിലോ കൊണ്ടുവരണ്ടേ? 3 കഷ്ണം കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? വേവിക്കാം. അപ്പൊ ഇവനെ ഞാൻ കൊണ്ടുപോയിട്ട് ആണോ? ഞാൻ ഇപ്പൊ നമ്മള് കപ്പ വെച്ചിട്ട് ഒത്തിരി ദിവസമായി അല്ലേ. ഇന്ന് ഉദ്യോഗം കൊണ്ട് അടുക്കള കേട്ടോ. എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിയിട്ട് ഇപ്പൊ കടയില് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്നില്ലെന്ന് കുറച്ച് ദിവസമായിട്ട്. അവർക്ക് വയ്യായിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. അല്ലെ വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ആ കടയിൽ നിൽക്കുന്നത് രഞ്ജിത്തിന്റെ അച്ഛനാ അല്ലേ. പുള്ളിക്കാരൻ ഗൾഫിലൊക്കെ എന്തോ ഷെഫോ അങ്ങനെ എന്തോ പരിപാടിക്കൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി വെറൈറ്റി ആയിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇവർ ഇച്ചിരി അഹങ്കാരം പഠിച്ചിട്ടുണ്ടോ തൈര് സാദം, ലെമൺ റൈസ്, പിന്നെ പുളിയോദര. ഞാൻ പേര് പോലും കേട്ടിട്ടില്ല മാതാവേ. പുളിസാദം, പിന്നെ ചുമ്മാ സാധാ റൈസ്, പുലാവ് എന്ന് വേണ്ട. ഇപ്പം വെറൈറ്റിയാ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു 600 ഗ്രാം അരി മതിയടി. പിന്നെ എന്തിനാ ഇനി അവരെ പാടുപെടുത്തിക്കുന്നേ ഇല്ല. ഇനി ഞങ്ങൾ എന്തും ഇവിടെ ഉണ്ടാക്കും അത്. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. അമ്മേ മതി. കപ്പയൊക്കെ അതേ കൊത്തി വെച്ചേക്കുന്നത് നീ കഴുകി. ഭയങ്കര ഉദ്യോഗമായിരുന്നു കഴിക്കാത്ത. ഇന്ന് എല്ലാരും പാവം പിടിച്ച് ഞങ്ങളുടെ പപ്പായ ഒരു ദിവസം വീട്ടിൽ ഇരുത്തി പണിയാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര വലിയ കഷ്ടമായിട്ടാ മുറിച്ചേക്കുന്നത്. ഞാൻ പിന്നെ വെള്ളമൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇന്ന് അളിയനും കയറി ഇത്രയും നേരം അളിയനുണ്ടായിരുന്നു ഇവിടെ. എൻ്റെ പാവം ചെറുക്കനായിട്ട് പണിയിപ്പിക്കുവാണല്ലോ എന്ന് ഓർക്കും. അപ്പോൾ എന്തായാലും ഈ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. പൊന്നേരിയാണ് കേട്ടോ. ബസ്മതി റൈസ് ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് പൊന്നേരിയാണ്, തിളയ്ക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, നമ്മുടെ മല്ലിയില ചീത്തയായിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഉള്ളായിരുന്നു. അതിന് ഇടയിൽ വേറെ മല്ലിയില കിട്ടുന്നത്, കറിവേപ്പിലയൊക്കെ കിട്ടുന്നത്. ഇതെല്ലാം ഇനി ഒന്ന് കഴുകി പൊടിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി അരിഞ്ഞെടുത്തിട്ട് വരാവേ. റൈസൊക്കെ വേവിച്ച് തടയിലിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട നെയ്യ് ഒഴിച്ചു. നമ്മുടെ ബിരിയാണി പാത്രത്തിലോട്ട് കുറേ സാധനങ്ങൾ ഇവിടെ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കടല, നട്ട്സ്, മുന്തിരി, വറ്റലമുളക്, പരിപ്പ്, ഉഴുന്ന്, കറുവപ്പട്ട, നമ്മുടെ സ്വന്തം കറുവപ്പട്ട, ഗ്രാമ്പു, ക്യാരറ്റ്, ബീൻസ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിയില, കറിവേപ്പില, പെരിഞ്ജീരകം, നെയ്യ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. പിന്നെ ഒരു ലേശം കടുവും കൂടി ഇടും കേട്ടോ. മഞ്ഞപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടി. ഓക്കെ. അത് ഇച്ചിരി കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി. ചേട്ടാനെ കയറ്റിയ അളവ് എല്ലാത്തിനകത്തും കുറച്ച് കൂടുതലാക്കും. എണ്ണയാണെങ്കിലും നെയ്യാണേലും ഒക്കെ കടുകൊക്കെ ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഇനി കറുവാപ്പട്ടയും ഞാൻ പറഞ്ഞു തരാം, എന്നെ പഠിപ്പിക്കാതെ വന്നത്. കറുവാപ്പട്ടയും അത് ഒടിക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാൽ മതി. കറുവാപ്പട്ടയും ഗ്രാമ്പൂ. ഇവിടെ കപ്പ റെഡിയാകുന്നുണ്ട്. അതപ്പോൾ ശങ്കരൻ തെങ്ങേറ്റാനെന്ന് പറഞ്ഞോണെങ്കിൽ എൻ്റെ തന്നെ തലയില. എന്നാന്നറിയോ, ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടേ. അപ്പം അങ്ങോട്ടേക്ക് അവർ പുറത്തോട്ട് പോയി. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, കറുവാപ്പട്ട ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. ഇനി ഇച്ചിരി എനിക്കെല്ലാം പറഞ്ഞിട്ട് തന്നായിരുന്നു. ഇന്നലെ ഇങ്ങനെ ചെയ്യുന്നു. നമ്മളിത് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ എന്നാ പറയുന്നത്, ബോംബെക്കൊക്കെ പോകുമ്പോഴൊക്കെ ഈ ട്രെയിനിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ വേറെ ആന്ധ്രയ്ക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാനും മക്കളൊക്കെ. അന്നേരം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി
പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കുവേ. ഉഴുന്നും പരിപ്പും ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാവേ. കപ്പ ഇവിടെ റെഡി ആവുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സും മുന്തിരി കടലയും കൂടി ഇട്ട് കൊടുക്കാവേ. തീ കുറച്ച് വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞൊക്കെ പോകും കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. എന്നാൽ ഉഴുന്നും പയറും ഉഴുന്നുപരിപ്പും പയറുപരിപ്പും ഒക്കെ നന്നായിട്ട് മൂക്കുകയും ചെയ്യുകയും ചെയ്യണം. നമ്മൾ റൈസ് വേവിച്ച് വെച്ചേക്കുമല്ലേ, എന്നിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുമല്ലേ ചെയ്യുന്നത്. പിന്നെ ചില തക്കാളി സാധനത്തിനകത്ത് ഇത് എന്നാ പറയുന്നത്, പച്ചക്കറി ഒന്നും ഇടത്തില്ല. ചിലത് പച്ച ഗ്രീൻ ബീൻസ് ഒക്കെ കിട്ടിയാൽ ഇടുവേ. നമ്മുടെ കയ്യിൽ ഇച്ചിരി എന്തെങ്കിലും ആദ്യം എന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇടുക കേട്ടോ പച്ചക്കറിയൊക്കെ. സവോള അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നിങ്ങളെ ഇവിടെ കാണിച്ച് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ മറ്റേ സ്റ്റാൻഡായിപ്പോയി. ഇനിയിപ്പോൾ പോട്ടെ കേട്ടോ. ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ചേർത്ത് വെച്ച് കാണിച്ചു തരാവേ. സവോള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്യാരറ്റും ബീൻസും ഇവരെ എല്ലാത്തിനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കേട്ടോ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഇവനൊന്ന് ചെറുതായിട്ടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ശകലം ഉപ്പുകൂടി ഇട്ടിട്ടേ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അന്നേരം പെട്ടെന്നുണ്ടല്ലോ ആ പച്ചക്കറി ഇട്ടൊന്ന് വെന്ത് വരും. ഞാൻ ചെയ്യാടി എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. ചന്ദ്രൻ ചേട്ടായി കൂട്ടുകാരൻ വന്നു. അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്തിന് ആകണ്ടേ, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആക്കില്ലേ. കപ്പ എന്നായിരുന്നു കോരി നോക്കട്ടെ. അതിനിടയ്ക്ക് കൊണ്ടുപോയി കപ്പയും വെച്ചു. വൈകിട്ട് വെച്ചാൽ മതിയായിരുന്നു കപ്പ. അപ്പം ചേട്ടാ തന്നെ പെട്ടെന്ന് അതും ചെയ്തു. ആയില്ല ഒന്നും. അപ്പം ഈ തക്കാളിയും കൂടെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. പിന്നെ ലെമൺ റൈസിൻ്റെ ഒരു സാധനം ചേട്ടാ ഒരു മിക്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണേ. തക്കാളിയും ലെമനും എല്ലാം കൂടെ ചേർന്ന് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്നതാണ് ലെമൺ റൈസ്. തക്കാളി സാധനമാ ദൈവത്തിനറിയാം. ലെമൺ റൈസ് എന്നാണ് ഈ പറയുന്നത്. തക്കാളിക്കൊക്കെ ചേർക്കുന്ന ആടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാന്ന് തോന്നുന്നത്. നമ്മുടെ നെയ്യ് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ നെയ്യ് നമ്മൾ കൊടുത്തില്ലേ. ഈ ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നെയ്യുണ്ടെന്ന് പറഞ്ഞു. ആ നെയ്യപ്പോൾ വരുന്നുണ്ട്. ആണോ അല്ല അത്തന്നെ ഒരു തണ്ടിങ്ങി ഒടിച്ചെടുത്തോ. മുറ്റത്ത് നിൽക്കുന്നത് ഒത്തിരി പൊങ്ങിപ്പോയി നല്ല ഇലയുള്ളോ നോക്കി ഒരെണ്ണം ഒടിച്ചെടുത്തോ. എന്നിട്ട് വിഷം ഒടിച്ചാൽ അല്ല ഒരെണ്ണം ഞാൻ അടിച്ചെടുത്താൽ മതി. അതാകുമ്പം ഞാൻ പോയി ഒടിച്ചോളാം. ഇത് വഴന്ന് വരുമ്പോഴേ ഞാൻ ഒടിച്ചോളാം. അല്ല ഇപ്പോഴത്തെ കുഞ്ഞിതാ, അത് ഒടിക്കാറായില്ല. അപ്പം ഞാൻ തക്കാളിക്കായും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇവനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് തീ ഇച്ചിരി നേരം കുറച്ച് വെക്കുവാണെ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയി കറിവേപ്പില ഒടിച്ചുകൊണ്ട് വന്നത് എന്നറിയോ, അല്ലെങ്കിൽ മൊത്തം വിഷം ഒടിച്ചു നോക്കും. അതിന് ഞാൻ ഓടിപ്പോയി ഇച്ചിരി ഒടിച്ചുകൊണ്ട് വന്നതാണേ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഈ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ശർക്കര മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഒത്തിരി നാളായി കേട്ടോ. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കും. മറ്റുള്ള മുളകും പച്ചമുളകും എല്ലാം ഇട്ടുണ്ട്. എരിവ് ഇച്ചിരി കൂടി പോകുമെന്നറിയില്ല. എല്ലാം ഇട്ടോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുണ്ട്. ഇതെന്നാണ്ടൊരു പൊടി മേടിച്ചോണ്ട് വന്നേക്കുന്ന ആച്ചി ലെമൺ റൈസ്.
ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാ ഇത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്തൊക്കെയോ മിക്സ് ഒക്കെ അല്ലേ, എന്തോ ഒരു എണ്ണയുണ്ട് കേട്ടോ ഇതിനകത്ത്. എന്തായാലും നോക്കാം നമുക്ക്. നല്ല അടി എന്ന് പറഞ്ഞോണ്ട് പറിച്ചിലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പൊ ദേ ചേർത്ത് നല്ല ലൈ. അതാണ് നമ്മൾ പെണ്ണുങ്ങളുടെ കുഴപ്പം. പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ പാവം, വിഷടിക്കാൻ പോയതുകൊണ്ടല്ലേ. ഇപ്പം പിന്നെ ആ കൂട്ടുകാരൻ ചേട്ടൻ വന്നില്ലായിരുന്നു, നിന്നങ്ങ് ചെയ്തു പോയേനെ. അപ്പം ആ കവറും പൊട്ടിച്ചു. ഈ മിക്സ് എന്നാണേലും ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു നോക്കുവാണേ. ഇത് എന്നാണ്ടൊക്കെ അരച്ച് ചേർത്ത ഒരു മിക്സാണ് കേട്ടോ. ഇതിന് എന്നാണെന്നും എനിക്കറിയത്തില്ല. നാരങ്ങയുടെ ഒക്കെ ടേസ്റ്റ് അതിൽ നിന്ന് വന്നോളൂ. നീ നാരങ്ങ വേറെ ചേർക്കണ്ട കേട്ടോ എന്നൊക്കെ എന്ത് പറഞ്ഞായിരുന്നു. അപ്പം അവനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കറിവേപ്പില മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. ശരി കേട്ടോ, ഇതൊരു വേറൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള സാധനമൊന്നും ഇട്ട് ഉണ്ടാക്കിയിട്ടില്ല. കറിവേപ്പില, പിന്നെ മല്ലിയില. ഈ മല്ലിയില നമുക്കിവിടെ പുറത്ത് ഡെക്കറേഷൻ ചെയ്യാൻ ഇച്ചിരി ചെയ്തോട്ടെ. ഇത് നോക്കുമ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ ഒരു ലുക്ക് വേണ്ടേ. അയ്യോ അളിയനാണെ വന്നിട്ട് നമുക്ക് ചക്ക ഇടാൻ സിന്ധു, വൈകിട്ട് ചക്ക 4 മണിയൊക്കെ ഇടാൻ, എന്നിട്ട് വെട്ടി അവരുടെ കൊടുത്തു വിടാന്നൊക്കെ അളിയൻ പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ ചക്ക വളഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷെ ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും പരിപാടി ചെയ്തിട്ട് റൈസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇതിന്റെ ഒന്ന് ഉപ്പൊന്ന് നോക്കാൻ പോവാണേ. നാരങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇച്ചിരി ഉപ്പ് വേണം. ഓക്കെ, ഇനി നമുക്ക് ആ റൈസ് കൂടെ ഇട്ടിട്ട് ഇളക്കി എടുക്കാൻ മതി. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, നല്ലെണ്ണയ്ക്ക് ഇറങ്ങി ചെയ്യുന്നതാണ് അവരൊക്കെ. പിന്നെ ചിലർ ഒലിവ് ഓയിലിനകത്ത് ചെയ്യുന്നതാണ്, നമ്മൾ നെയ്ക്കകത്താണ് ചെയ്യുന്നത് കേട്ടോ. ചിലർ വെജിറ്റബിൾ ഓയിലിനകത്ത് ചെയ്യുന്നതാണ്. ഞാൻ ഇച്ചിരിയോടെ നെയ്യ് ഒഴിച്ചു കൊടുത്തേ. നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ നിൽക്കട്ടെ മുമ്പിൽ. എന്നാണേലും ചേട്ടാ പറയും, കടയിൽ ഞങ്ങൾ ഉണ്ടാക്കി അത്ര ഒത്തില്ലെന്ന് പറയും കേട്ടോ. ഉറപ്പായ കാര്യമാണ്. അപ്പൊ സാറ് മേളിലോട്ട് ബൈക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാ പോയത്. കൂടെ പോയോ നോക്കട്ടെ. എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല. അപ്പൊ കടയിൽ വെച്ച അത്ര എന്നാണേലും ഇത് ശരിയായിട്ട് ഇനി പറയുന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാ ചോറ്. എത്ര ചോറ് വേണ്ടായിരുന്നു. അപ്പൊ കപ്പ മുളകും ഉള്ളിയും ഒന്നും അരച്ചിടാതെ സ്പെഷ്യലായിട്ടൊരു കപ്പ വേവിച്ച കേട്ടോ. ഇടുക്കിക്കാരെ കപ്പയാണ്. ഇടുക്കി എന്നാ ഇടുക്കിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കപ്പയും പോത്തുകറിയും എന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഞാൻ പൊളിക്കുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു ചേട്ടായി പൊളിച്ചു. ഷോർട്ട് വീഡിയോയുടെ സത്യം കപ്പയുടെ ഇനിയിപ്പോ അത് കാണിക്കാല്ലാതെ ചെയ്തേ. ദൈവമേ മതി. ഞാനേ ഒരു ഷോർട്ട് വീഡിയോ കപ്പയുടെ പൊളിക്കുന്നതിന് മുമ്പ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടായി ഞാൻ മുറ്റത്തെ കഴിഞ്ഞ് കയറിയപ്പോ പൊളിച്ചു. അപ്പൊ എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ അവിടെ അത് നമ്മുടെ ലെമൺ റൈസിന്റെ ഒരു ലാസ്റ്റത്തെ ഒരു ലുക്ക് കേട്ടോ. എന്തായാലും ഇവനെ അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ടും കൂടെ ഒന്ന് ആവി കേട്ടാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും സൂപ്പർ ആയിരിക്കും. നല്ല കേട്ടോ.